ഇബ്രാഹിം കരീം കദ്ക്കാർ അദ്ദേഹത്തെ ആദരിക്കുകയാണ് ആദ്യമായിട്ട്. കരീം എല്ലാവർക്കും പരിചയമുള്ള വ്യക്തിയാണ്, ഒരു സാമാന്യ വ്യക്തിയാണ്, വലിയൊരു പൈസക്കാരനൊന്നുമല്ല. പക്ഷേ ജനസമൂഹങ്ങളിൽ പാവപ്പെട്ടവർക്ക് എന്നും സഹായ സഹകരണവുമായിട്ട് മുന്നോട്ട് വരുന്ന ആൾ. രക്തദാന ശിബിര SSFൻ്റെയും മറ്റു സംഘടനയുടെ രക്തദാന ശിബിരയിൽ വലിയ ഹരിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയും, അതുപോലെ പാവപ്പെട്ടവർക്ക് കാനൂനാത്മകമായിട്ടുള്ളയും ആസ്പത്രിയിലും മറ്റെല്ലാം സഹായം ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്ക് ഇബ്രാഹിം കരീം അദ്ദേഹത്തെ ഈ സദസ്സിൽ വെച്ച് ആദരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബുള്ള തങ്ങൾ അവറുകളെ മുഖാന്തര ബഹുമാനപ്പെട്ട ഇബ്രാഹിം കരീം അവറുകളെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ ഇന്ന് ഇവിടെ നടന്ന പരിപാടിയിൽ നമ്മുടെ ഈ മദദ് ഇംദാദുൽ ഇസ്ലാം ദർസിൻ്റെ ഈ വർഷത്തെ വാർഷിക പരീക്ഷയിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും നേടിയവർക്കുള്ള ചെറിയൊരു അവാർഡും കൂടി ഇവിടെ പ്രഖ്യാപിക്കാനുണ്ട്. അത് കേവലം മാർക്ക് നോക്കിയിട്ടല്ല, അനുസരണങ്ങൾ കൂടി നോക്കിയിട്ടാണ്. ആദ്യം മുതൽ അവസാനം വരെ വളരെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതുപോലെ അതിൻ്റെ നോട്ട്സ് എല്ലാം സമ്പൂർണ്ണമായിട്ട് പരിപൂർണമാക്കിയതിന് അതെല്ലാത്തിനെയും മാനദണ്ഡം വെച്ചിട്ട് കൊണ്ടുള്ള ഒരു ഫസ്റ്റ് സെക്കൻഡാണ്, കേവലം മാർക്ക് മാത്രമല്ല. അതുകൊണ്ട് അതിൽ 1ാം സ്ഥാനം നേടിയവർക്കും 2ാം സ്ഥാനം നേടിയവർക്കും ഒരു ചെറിയ മെമൻറ്റവും കൂടി കൊടുക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം കരീം അവറുകളെ ഇവിടെ ആദരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബുള്ള തങ്ങളും നാർഷ നമ്മുടെ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് അവരുടെയും നേതൃത്വത്തിൽ അത് നമ്മളൊരു കർത്തവ്യം എന്ന നിലക്ക് ആദരിക്കുകയാണ്. അദ്ദേഹം കാത്തിരിക്കുന്ന ആളുമല്ല, അങ്ങനത്തെ ഒരു സ്ഥാനമോഹിയുമല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സേവനം ഞങ്ങൾ കണ്ണാലെ കണ്ടതുകൊണ്ട് അദ്ദേഹത്തിനെ സ്വീകരിക്കുക, ആദരിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. നാം എല്ലാവരും അദ്ദേഹത്തിൻ്റെ സേവനം അനുഭവിച്ചവരാണ്. അല്ലാഹു തആല എല്ലാ അസൂയാളുക്കളിൽ നിന്നും എല്ലാവിധ ഷർറുകളിൽ നിന്നും ഇബ്രാഹിം കരീമിനെ കാക്കുമാറാവട്ടെ. നല്ല നിലയ്ക്ക് ഇഖ്ലാസോടുകൂടെ ഇനിയും ദീർഘകാലം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവിധ ചുറ്റുപാടുകളും അല്ലാഹു തആല ഖൈറാക്കി കൊടുക്കുമാറാവട്ടെ. യാതൊരു നിലക്കും സമൂഹത്തിൻ്റെ ഇടയിൽ നാണം കെടുന്ന യാതൊരു അവസ്ഥയിലേക്കും അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം, നല്ല സന്തോഷിക്കേണ്ട ഒരു വിഷയമാണ്. ഇബ്രാഹിം കരീം നമുക്കെപ്പോഴും ഒരു അനുഭവിയായിട്ട് നമ്മുടെ ഹിതൈഷിയാണ്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സുന്നികൾക്കുള്ള മറുപടി പ്രസംഗം ഇതെല്ലാം നമ്മൾ നടത്തുമ്പോൾ അല്ല എനിക്ക് വേണ്ട പെർമിഷനും ബാക്കി എല്ലാത്തിനും വേണ്ടി നമ്മൾ എപ്പോഴും ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു സുന്നി, കറകളഞ്ഞ സുന്നി പ്രവർത്തകനാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിലും എല്ലാ നിലക്കും സഹകരിക്കുന്ന ആളാണ്. അല്ലാഹു തആല ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇബ്രാഹിം കരീം അവറുകളെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബുള്ള തങ്ങൾ അവർക്കൊരു മെമൻറ്റോ നൽകി ഇരിക്കുന്നു. അതിന് വേണ്ടി ബന്ധപ്പെട്ട ആളുകളെ, പിന്നെ നമ്മളെ കൂടെ നല്ലവണ്ണം സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളാണ് ബഹുമാനപ്പെട്ട റഷാദി ഉസ്താദ്. ആ റഷാദി ഉസ്താദും കൂടി ഈ മെമൻറ്റോ നൽകാൻ വേണ്ടി ക്ഷണിക്കും. ഉസ്താദ് റഷാദി ഉസ്താദ് വരി. സോഷ്യൽ വർക്കെല്ലാം വലിയ ഇഷ്ടം ആർക്ക്? റഷാദി ഉസ്താദിന്. അതിൻ്റെ വിഷയമൊന്നും നമ്മുടെ സമയമില്ലാത്തതുകൊണ്ടൊന്നും ശരിയില്ല. അല്ലാഹു തആല റഷാദി ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാവട്ടെ. ഇനിയിപ്പോൾ കരീമിൻ്റെ നമ്പറെല്ലാം എടുത്തിട്ട് ആ വിഷയം ഇനി ആറമുണ്ടെന്നെല്ലാം ഇരിക്കും അയാൾക്ക് ഇൻഷാ അല്ലാഹ്. ഇനിയൊരു ബുക്ക് വിടുകടെ തങ്ങൾ തന്നെ, അത് കഴിഞ്ഞെങ്കിൽ പിന്നെ തങ്ങൾ തന്നെ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബുള്ള തങ്ങൾ എഴുതിയ ബുക്കാണ് ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ടവർ അത് പ്രകാശനം ചെയ്യാൻ വേണ്ടി റഷാദി ഉസ്താദാവും. അതിന് മുന്നേ ഇത് ഇബ്രാഹിം കരീം അവറുകൾക്ക് നൽകിയ ഇംദാദുൽ ഇസ്ലാം ദർശ് വാർഷിക താജുൽ ഫുഖാ അനുസ്മരണ മദദി പദവി ಪ್ರದಾನ ಸನ್ಮಾನ ಸಮಾರಂಭ ಕಾರ್ಯಕ್ರಮമാണ്. ರೋಗಿಗಳಿಗೆ ವೈದ್ಯಕೀಯ ಸೇವೆ, ವಂಚಿತರಿಗೆ ಕಾನೂನು ಸೇವೆ, ದುರ್ಬಲರಿಗೆ ಸಾಂತ್ವನ ನೀಡುವ, ಜಾತಿ ಧರ್ಮ ರಾಜಕೀಯ ನೋಡದೆ ಬಡ ಮಧ್ಯಮ ವರ್ಗದವರ ಸಮಸ್ಯೆಗಳನ್ನು ಬಗೆಹರಿಸಲು ಸಹಾಯ ಮಾಡುವ ರಕ್ತದಾನ ಶಿಬಿರಗಳ ಹರಿಕಾರ ಪ್ರೀತಿಯ ಯುವಜನ ನಾಯಕ ಸನ್ಮಾನ್ಯ ಶ್ರೀ ಇಬ್ರಾಹಿಂ ಕರೀಂ ಕದ್ಕಾರ್ ಇವರ ಮಾದರಿ ಅನನ್ಯ ಸೇವೆಯನ್ನು ಗುರುತಿಸಿ ಆತ್ಮೀಯ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಿದ್ದೇವೆ. ತಾಜುಲ್ ಫುಖಾ ಚಾರಿಟೇಬಲ್ ಟ್ರಸ್ಟ್ ಬಿಬರಕತಿ ಬಿಸ್ಮಿಲ್ಲಾಹಿ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ವಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್.